പ്രിയപ്പെട്ട ഗോൾഡൻ ഡിഷ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കോംബോ ഓഫറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടൊന്ന് വരികിൽ ഫോൺ ചെയ്ത് തന്നെ വിവരം അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് ഈ ചെടികൾ അയച്ചു തരും. ഇനി ഇത് വെയിലാണല്ലോ എന്നുള്ള ഒരു പേടിയും വേണ്ട. വളരെ ഭംഗിയായിട്ട് ഞാൻ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതാണ്. ഞാൻ കൊണ്ടുപോകേണ്ട സമയത്ത് ഞാനിതൊക്കെ പായ്ക്കുള്ളൂ. കാരണം ഞാൻ വലിയൊരു ബിസിനസ്സുകാരത്തി അല്ലാത്തതുകൊണ്ട് ആ ടൈമിൽ തന്നെ എനിക്കത് പാക്ക് ചെയ്ത് എനിക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അതൊന്നും ഓർത്താരും പേടിക്കണ്ട. ഇത് അതിമനോഹരമായ ഒരു ചെടിയാണിത്. ഈ ചെടിയുടെ പേരൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. പക്ഷേ ഇത് കാണാൻ അതിമനോഹരമാണ്. ഇതിൻ്റെ മദർ ചെടി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതാണ് ഇതിൻ്റെ മദർ ചെടി. ഇത് ഇച്ചിരി വളർച്ചയൊക്കെ എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭംഗി നിങ്ങളൊന്ന് നോക്കി. ഇത് ഏതാണ്ട് ഒരു ചുമന്ന ചായ ഇതിലോട്ട് ആരാണ്ട് അറിയാതെ ഒഴിച്ചതുപോലെയാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇരിക്കുന്നത്. നോക്ക്, ഈ ചെടിയുടെ ചെറിയ ചെടിയാണ്. ഇത് മദർ ചെടിയാണ്. ഇതെനിക്ക് നമുക്ക് വിറ്റ് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയാലും വീണ്ടും എനിക്ക് ഇത് വളർത്തിയെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെടികൾ ഇവിടെ നിർത്തിയിരിക്കുന്നതാണ്. അത് കുഞ്ഞാണ്, വാവയാണ്. എങ്കിലത് നന്നായിട്ട് ചുവട് പിടിച്ചാണ്. ഞാനൊരു 10-20 ദിവസമായി, ഒരു മാസം അടുക്കയായി അത് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് വെച്ചിട്ട്. അപ്പോൾ അതിമനോഹരമായ ഈ ചെടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റാണിത്. ഇതുപോലെ ആകുന്നതാണ് ആ ചെടി. ഇതുണ്ടോ, ഇതിൻ്റെ കൂമ്പാണ് നിങ്ങളാ കണ്ടത്. ഇതുണ്ടോ, ഇതിൻ്റെ കൂമ്പ് കണ്ടോ. ഇത് കൂമ്പ് കഴിഞ്ഞ് വെച്ചിട്ട് ഇത് ഈ വളർച്ചയിലെത്തുമ്പോഴത്തേക്കും ഈ ചെടിയിലൊക്കെ ചായം കലക്കി ഇങ്ങനെ അങ്ങോട്ട് അറിയാതെ കയ്യിൽ നിന്ന് വീണ് പോയതുപോലെയാണ്. അത്ര മനോഹരമാണ് ഈ ചെടിയെ. ഇതിൻ്റെ അകത്തും പുറത്തും ഒക്കെ നല്ല കളറുകളാണ്. അപ്പോൾ ഈ ചെടി ഞാൻ 250 രൂപയ്ക്കാണ് അങ്ങനെ ഞാൻ ഈ ചെടി ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഈ ഒരു ചെടി, ഇത് റെഡ് റോസ് എന്നാണ് ഇതിൻ്റെ പേര്. അതിമനോഹരമായ ഈ ചെടിയെ എല്ലായിടത്തും ആയി വരുന്നതേ ഉള്ളൂ. ഈ 2 ചെടികളും ആയി വരുന്നതേ ഉള്ളൂ. ഗാർഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ചെടികൾ ഇതുവരെ ഞാൻ ആ ഗാർഡനിൽ കണ്ടിട്ടില്ല. പല ഗാർഡനിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മനോഹരമായ ഈ 2 ചെടികളും പിന്നെ ഇതിലെ ഒരു ചെടിയും, ഇതിലെ ഒരെണ്ണം ഞാൻ പൊക്കിയെടുത്ത് നിങ്ങൾക്ക് തരും. ഒരെണ്ണം ചെറിയത് ഇവിടെ വെക്കും. ഇതിലെ വലിയ ഈ ചെടിയും കൂടെ ഞാൻ നിങ്ങൾക്ക് 550 രൂപയ്ക്ക് ഞാനിത് ഓഫറായിട്ട് നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യക്കാർ വരിക, എന്നെ ഫോൺ ചെയ്യുക. ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്പർ ഇട്ടേക്കാം. ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി. ഇത്രയാണ് ഇതിൻ്റെ വില. ഈ 3 ചെടികൾക്കും കൂടിയിട്ട് ഞാൻ ഇടുന്ന വില 550 രൂപ. ഇതിലും താഴാൻ പറ്റിയല്ല മക്കളെ. കാരണം ആരാണ്ടോ പറഞ്ഞു കോംബോ ഓഫർ ഇടുമ്പം വില കുറയ്ക്കുമെന്ന്. പക്ഷേ ഇത്ര മനോഹരമായ, ഇത്ര ആരോഗ്യമുള്ള ഈ ചെടി ഇത് കണ്ടോ. ഇത് ഇത്ര ഇത്ര ആരോഗ്യമുള്ള ഒരു ചെടിയാണ്. ഇത് നോക്ക്, അതിമനോഹരം ആരോഗ്യമുള്ള ചെടിയാണിത്. ഇത് കൂട്ടി ചെടികളാണ്. ഇതാണ് ഇതിലെ വലിപ്പം ഉള്ളതുണ്ടെന്നൊരിക്കൽ അതും ഞാൻ നിങ്ങൾക്ക് എടുത്ത് അതായിരിക്കും നിങ്ങൾക്ക് തരിക. ഞാൻ ഏകദേശം ഇതിന് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ മുഴുവൻ ചെടികൾ ആംഗ്ലോണിമ ഒരുമാതിരി മുഴുവനും തന്നെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ളവർ എന്നെ, ഇത് കോംബോ ഓഫറാണ്. ഇതിനിടയിൽ നമ്പർ ഇടും, എന്നെ വിളിക്കുക. ഇത് വാട്സപ്പ് നമ്പറാണ്. എന്നെ വിളിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഞാൻ നിങ്ങൾക്ക് ഈ ചെടികൾ അയച്ചു തരും. യാതൊരു കേടുമില്ലാത്ത വിധത്തിൽ ഞാൻ ഈ ചെടികൾ അയച്ചു തരുന്നതാണ്. ഇപ്പം ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം ഞാൻ ഇവർക്കൊക്കെ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന്. അല്ലാതെ രാസവളങ്ങളോ ഒന്നും ഞാൻ കൊടുക്കാറില്ല. അതുകൊണ്ടിട്ട് ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിലെത്തിയാലും ഒരു പ്രശ്നവുമില്ല. വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതെടുത്തിട്ട് ഇങ്ങനെയുള്ള വേറെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് മണലും മണ്ണും ഇത് കൊക്കോ പീറ്റും 50-50 ആക്കി കൊണ്ടിട്ട് ഒരു ചട്ടിയിലെ 50-50 ആക്കുക. ആ മൂന്നും കൂടെ 3-1 മണൽ, 3-1 മണ്ണ്, 3-1 കൊക്കോ പീറ്റ്, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് അതിനകത്തോട്ട് 1-2 കുത്ത് ചാണകപ്പൊടിയോ പിന്നെ വല്ല എല്ലുപൊടി നിങ്ങൾ ചേർക്കരുത്. കാരണം എല്ലുപൊടി ചേർത്താൽ ചിലപ്പം ഇത് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് എല്ലുപൊടി ചേർക്കാം. ചൂടൊക്കെ ഉള്ള സമയമായതുകൊണ്ടിട്ട് ചിലപ്പോൾ അത് കേടുവരാൻ സാധ്യതയുണ്ട്. ചാണകപ്പൊടിയും കൂടി ചേർത്ത് പിന്നെ വേണമെന്നൊരിക്കൽ കരികിൽ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നൊരിക്കൽ അത് ചേർക്കാം. അതല്ലെന്നൊരിക്കൽ മണ്ണിലെ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നൊരിക്കൽ നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെ ചേർത്തിട്ട് ആദ്യം നിങ്ങളിത് നട്ടിട്ട് തണലത്ത് വയ്ക്കുക.
തണലത്ത് വെച്ചതിന് ശേഷം ഇതിന് പതുക്കെ ഇതിൻ്റെ ക്ഷീണം മാറി എന്ന് കണ്ടാൽ മാത്രമേ നമ്മളതെടുത്തിട്ട് വീടിൻ്റെ ഷെയ്ഡിലൊക്കെ നമ്മൾ വയ്ക്കുകയുള്ളൂ. കാരണം ഇച്ചിരി വെയിലും ഇച്ചിരി പിന്നെ തണലും ഇച്ചിരി എന്നാ പറയുക, ഇച്ചിരി വെയിൽ കൊള്ളണം, ഇച്ചിരി ചൂടടിക്കണം, അങ്ങനെയൊക്കെ അടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഇലയ്ക്ക് ഇത്രയധികം ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഈ ചെടിയുടെ അരികു കണ്ടില്ലേ എങ്ങനെയായിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇലയുടെ അരിക് അത്ര മനോഹരമാണ് ഈ ചെടി. ഇതുകൊണ്ട് ഒരു 3-4 ചെടി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെയൊക്കെ ഉള്ളതുകൊണ്ടൊന്നും ഒരിക്കലും മറ്റ് പൂച്ചെടികൾക്ക് തന്നെ ഒരു അതിമനോഹരമായൊരു ഭംഗിയായിരിക്കും. ആ തോട്ടത്തിന് തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. അങ്ങനെ പൂക്കൾ കൊണ്ട് നിറയാനും ഇലകൾ കൊണ്ട് നല്ല ഭംഗിയുള്ള ഇലകൾ കൊണ്ട് നിറയാനായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ചെടി ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ബൈ ബൈ. ഇഷ്ടമുണ്ടെന്ന് ഒരിക്കൽ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്നു. ഞാനൊരു പാവ അമ്മച്ചിയല്ലേ. ഓക്കെ, ബൈ ബൈ.